ഹലോ, നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിനാണ് എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല കുറച്ച് ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കും. എക്സാം ആണെങ്കിലും അവർക്ക് 3 മണി വരെ ക്ലാസ് ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ളത് പഠിപ്പിച്ച് കൊടുക്കും ടീച്ചർ. അപ്പോൾ 3 മണി വരെ അവർക്കുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് തന്നെ അവർ ഫുഡും കഴിക്കും. നമ്മൾ ടിഫിൻ മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ അവർ അതൊക്കെ കഴിച്ച് ഞാനൊരു 2:30 ഒക്കെ ആയപ്പോൾ അവരെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നതിന് ശേഷം അവർക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാഗിയാണ് കേട്ടോ ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ഇതിൽ കൂടുതൽ സവാള ഡെക്കറേഷനൊന്നുമില്ല. സവാള, തക്കാളി അങ്ങനെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല. അവർക്ക് ഇഷ്ടമല്ല ഈ ന്യൂഡിൽസ് കേട്ടോ. ഈ മാഗി, ഇപ്പി ഇങ്ങനത്തെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഇങ്ങനത്തെ ന്യൂഡിൽസൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ ഒരു മാഗി ക്യൂബ് ഒന്നീ കൂടാറില്ല കേട്ടോ, അല്ലെങ്കിൽ നല്ല ഉപ്പ് വരും. അപ്പോൾ ഒരു മാഗി ക്യൂബ് ഇടും. പിന്നെ ഈ മാഗിയിലുള്ള മസാല അത് പൊട്ടിച്ച് അത് ഇട്ടിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ആ സമയത്ത് തിളച്ചതിന് ശേഷം നമ്മൾ മാഗി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. മാഗീനെ പീസ് ആക്കാറില്ല. അവർക്കിങ്ങനെ നൂലിങ്ങനെ കടിച്ച് വലിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന്, അവരാണല്ലോ കഴിക്കുന്നത്, അവരുടെ ഇഷ്ടത്തിന് അതങ്ങനെ ഫുള്ളാക്കി ഇട്ട് കൊടുക്കും കേട്ടോ. അതുപോലെ കുറച്ച് ജ്യൂസി ആയിട്ടാണ് അവർക്ക് വേണ്ടത്. ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇത് ഓഫ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇനി കുറച്ച് നേരം ഈ പാത്രത്തിൽ തന്നെ ഇത് തണുപ്പൊക്കെ മാറി ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ അത് കട്ടായി പോകും. അപ്പോൾ ആ കട്ടായി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ചൂടോടുകൂടി തന്നെ അവർക്ക് കൊടുക്കും കേട്ടോ. ഈ മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറേ നേരം ഒന്നും ഇരിക്കില്ല. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അവർക്ക് കഴിക്കണം. അതാണ് അവരുടെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പിള്ളേർക്ക് ഇങ്ങനെ ന്യൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതേ നമ്മൾ പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് നമ്മൾ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് വൈകുന്നേരം കഴിക്കുകയാണ്. അപ്പോൾ ഇവർ മാഗിയൊക്കെ കുറേ കഴിക്കുകയാണെങ്കിൽ പിന്നെ രാത്രി ഫുഡ് കുറവായിരിക്കും കഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. ഇന്ന് അപ്പോൾ ഞാൻ നൈറ്റിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് ഒരു മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ ഈ സാമ്പാർ കഷ്ണം വാങ്ങിക്കില്ലേ അതിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുമ്പളങ്ങ അരിഞ്ഞിട്ടേ അതിൽ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. പച്ചക്കറിയൊന്നും നമുക്ക് ഒരുപാട് അങ്ങനെ ഉപയോഗിക്കില്ല. മാത്രമല്ല ഇത് ചീത്തയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. ചിലപ്പോൾ രാത്രി എടുക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലേക്ക് ഉച്ചയ്ക്കിലേക്ക് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതേ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി ചെയ്യാം. നമ്മുടെ മോരുകറി തിളച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ മാറ്റിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ അടുപ്പിൽ നമ്മൾ മീൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചെറിയ അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയില ഒന്ന് മുളക് ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതേ ഒരു കുഞ്ഞി ചട്ടി വെച്ചിട്ടുണ്ട്. രാത്രിയിലേക്ക് മാത്രം മതിയല്ലോ. അത് കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഇതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സവാള ഉണ്ട് കേട്ടോ. സവാള അരിഞ്ഞതുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചതാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, തക്കാളി, വേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ചെറിയ അയിലയാണ്. അപ്പോൾ അത് നന്നാക്കി അതും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരി തിളച്ചോന്ന് നോക്കാം. തിളച്ചിട്ടില്ല കേട്ടോ, അരി തിളച്ചിട്ടില്ല. അപ്പോൾ ഈ മൺകലത്തിൽ ആയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തിളച്ചിടാൻ കുറച്ച് പാടാണ്. കുറേ ഒന്ന് തീയൊക്കെ നന്നായിട്ട് കത്തിയതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് കിട്ടുള്ളൂ. പക്ഷേ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരിയൊക്കെ ഇട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അങ്ങനൊരു ഉപകാരമുണ്ട്. വെള്ളം തിളക്കാനുള്ളൊരു ടൈം അത് സ്റ്റീൽ കലം വെക്കുന്നേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പുറം ഞാൻ ഇതിൽ കുറച്ച് വേറെ വെള്ളം വെക്കുന്നുണ്ട്.
അത് അരി നമ്മുടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് അത് തിളപ്പിച്ചാൽ നമുക്ക് കുടിക്കാൻ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഇന്ന് കറികളൊക്കെ ഉണ്ടാക്കുന്നുള്ളല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഗ്യാസിൽ വെച്ചു. ഒരുപാട് മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതേ അടുത്തായിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം വേണം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ. അപ്പുറം പിള്ളേരുടെ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് എക്സാമാണ്. ഇപ്പോൾ എക്സാമിന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം ഫോണിൽ കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ പഠിക്കാൻ പറഞ്ഞ് വിട്ടപ്പോൾ ഉള്ള ദേഷ്യവും എല്ലാവരും കൂടി അവിടെ തീർക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം അവരെ പോയി നോക്കാൻ കേട്ടോ. നമ്മുടെ കുറച്ച് മീനെടുത്ത് ഫ്രൈ വേണം. കറി മാത്രം ചെയ്യുന്നില്ല, ഫ്രൈയും കൂടി ആക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മീൻ കഴുകിയെടുക്കണം. ജസ്റ്റ് ഇതൊന്ന് മുറിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്നും കഴുകി വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഒന്നും കൂടി ഉപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി വലിയ നിർബന്ധമൊന്നുമില്ല, പിള്ളേർക്ക് നിർബന്ധമില്ല. പക്ഷേ എന്തെങ്കിലും ചോറിന് കൂട്ടി കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പോൾ മീൻ മുളക് ചാറ് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. പിള്ളേർക്ക് മീൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതേ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മോരുകറി ഫുള്ള് വറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ ജീരകവും ഉള്ളിയും കൂടി അരക്കാം. അപ്പോൾ ഇത് തേങ്ങയുടെ കൂടി തൈര് കൂടി ചേർത്തിട്ട് അരച്ചിട്ട് നമുക്കിതിൽ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ കുടപ്പുളി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മോരുകറിയുടെ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ദേ ഈ തേങ്ങയൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് മൂടി വെക്കുകയാണ്. നമുക്ക് വേഗം പോയിട്ട് തേങ്ങ അടിക്കാം. ഇവിടെ കുമ്പളങ്ങയിലേക്ക് തൈരും അതുപോലെ തേങ്ങയും കൂടി അരച്ചതിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം കേട്ടോ. അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തള വരുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്യണം. പിന്നെ ഇതിൽ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ മോരുകറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ദേ അത് സെറ്റായി. നമ്മുടെ മീൻ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതെ മീൻ നമ്മൾ ഇട്ട് കൊടുക്കണം. മീനിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. കയ്യിൻ്റെ തവി വെച്ചിട്ടേ ഒന്ന് മൊത്തം ആ ചാറ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചോറ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കൈയൊക്കെ നന്നായിട്ട് പൊള്ളി. ഇനി അപ്പോൾ ഇതിലേക്ക് അരി കഴുകിടാം കേട്ടോ. അപ്പോൾ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരി ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരിയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേ വൈകിട്ട് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ ഇരുട്ടായിട്ടോ. മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിള്ളേരെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഞാൻ മോരുകറിയിൽ കടുക് താളിച്ചിടാൻ പോവുകയാണ് കേട്ടോ. വെള്ളം ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. സോറി. അപ്പോൾ ദേ ഇത് ഒന്ന് താളിച്ചതിന് ശേഷം നമുക്ക് മോരുകറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. മോരുകറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടാണ്. രാത്രിക്കുള്ള ഫുഡൊക്കെ സെറ്റാവും. ഒരു കൈ കൊണ്ട് ചെയ്യണോണ്ടാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതെ മീനും അല്ലേ ബയോളജി പരീക്ഷയും കെമിസ്ട്രിയും കൂടി ഒരുമിച്ച് വന്ന ഒരു 10ാം ക്ലാസ് കുട്ടിയുടെ ആത്മരോദരമാണ് നിങ്ങളാ കേട്ടത് കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ വിശേഷങ്ങളോട് തീരാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.